So next is the condition for existence of Fourier series. That is the condition under which a periodic signal can be represented by a Fourier series. അതായത് ഒരു സിഗ്നലിനെ, ഒരു പീരിയോഡിക് സിഗ്നലിനെ ഫൊറിയർ സീരീസിൻ്റെ ടേംസിൽ, അതായത് എക്സ്പോണൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ആയിട്ടോ എക്സ് ഓഫ് ടീനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒബേ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഡിറിച്ലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതൊരു സയൻറ്റിസ്റ്റിൻ്റെ നെയിം വെച്ചിട്ടാണ് പറയുന്നത്, ഡിറിച്ലെറ്റ് കണ്ടീഷൻ. സോ അപ്പോൾ ഒരു എക്സ് ഓഫ് ടീനെ, അതായത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഫൊറിയർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസിനെയാണ് ഡിറിച്ലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ഹാവ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമ. അതായത് ഒരു പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സൈൻ വേവ് പറയുവാണെന്നുണ്ടെങ്കിൽ സൈൻ വേവ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമം എന്ന് ആ വേരിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. അതായത് മാക്സിമം വാല്യൂ 5 ആവാം, അല്ലെങ്കിൽ 10 ആവാം, -5, -10, അങ്ങനെ ഡിഫറെൻറ്റ് മാക്സിമം മിനിമം വാല്യൂസ് ഉണ്ടാവാം. അതെന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫൈനൈറ്റ് നമ്പറേ ഉണ്ടാകാൻ പാടുള്ളൂ. ദ എക്സ് ഓഫ് ടി ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂയിറ്റീസ്. ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് കണ്ടോ, ഇതിപ്പോൾ ഒരു സിഗ്നലാണ്, ഇതിങ്ങനെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, ട്രയാങ്കിൾ സ്ക്വയർ ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഇതിനിടയിൽ എന്തുണ്ടാവാം, ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവാം, പക്ഷെ അതും എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. നൗ ദ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ഈസ് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ഓവർ 1 ടൈം പീരീഡ്. അതായത് അതിൻ്റെ ടൈം പീരീഡിനുള്ളിൽ ഞാൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല, വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകാനായിട്ട് പാടില്ല, ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ഇത്രയും കണ്ടീഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഡിറിച്ലെറ്റ് കണ്ടീഷൻ ഫോർ ഫൊറിയർ സീരീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ സീരീസിൽ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ട്, ഫൊറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാനും കുറച്ച് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്, പക്ഷേ നെസസറി അല്ല. ഈ കണ്ടീഷൻസ് ഒന്നും നെസസറി അല്ല, പക്ഷേ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്. അതിനെയും പറയുന്നത് എന്ത് തന്നെയാണ്, ഡിറിച്ലെറ്റ് കണ്ടീഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഇൻ്റർവെല്ലിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ബൗണ്ടഡ് ആയിരിക്കണം. ബൗണ്ടഡ് മീൻസ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താവാൻ പാടില്ല, ഇൻഫിനിറ്റിയിലോട്ട് പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. അതാണ് ഫൈനൈറ്റ് മീൻസ്, ഫൈനൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ല ബൗണ്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ് ഓഫ് ടി ഹാസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമം ആൻഡ് മിനിമം, അത് നമ്മൾ അവിടെ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെയാണ്. ദെൻ എക്സ് ഓഫ് ടി ഹാസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂയിറ്റീസ്, അത് നമ്മൾ പറഞ്ഞു എന്താണ് ഡിസ്കണ്ടിന്യൂയിറ്റി, അത് ഫൈനൈറ്റ് ആയിരിക്കണം. നൗ എക്സ് ഓഫ് ടി ഈസ് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ. പക്ഷേ ഇവിടെ നമുക്ക് ടൈം പീരീഡ് പറയാൻ പറ്റത്തില്ല, സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതെന്തായിരിക്കണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടണം. ഇനിയൊരു കാര്യം പറയുന്നുണ്ട്, എന്താണ്, ദീസ് ആർ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ആൻഡ് നോട്ട് നെസസറി കണ്ടീഷൻസ്. അപ്പോൾ അതെന്തല്ല, നെസസറി അല്ല, പക്ഷേ സഫിഷ്യൻ്റ് ആണ്. ഇത്രയും ഉണ്ടെങ്കിൽ ഫൊറിയർ സീരീസിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നും ഇല്ല. അതിന് എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത് യു ഓഫ് ടി, ആർ ഓഫ് ടി, കോസ് ഒമേഗ 0t. ഇതെല്ലാം എന്താണ്, അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ അല്ല. സ്റ്റിൽ ദീസ് ഓൾ പൊസസ് ഫൊറിയർ ട്രാൻസ്ഫോം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കണ്ടീഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ അത് ഫൊറിയർ സീരീസ്, ഫൊറിയർ ട്രാൻസ്ഫോം ഒബേ ചെയ്യും. പക്ഷേ ഇതുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് ഇല്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഡിറിച്ലെറ്റ് കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ഫൊറിയർ സീരീസ് ആൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം.